സുറുമി രചന അവന്തിക അവതരണം സെൽസാമുസ്തു. മേലേക്ക് വെള്ളം നനച്ചിട്ടും സ്തംഭിച്ചു നിൽക്കുന്ന സുറുമിയെ കണ്ട് ഫഹീമും ഫെറയും അവളുടെ മുഖത്തേക്കും പിന്നീട് അവൾ നോക്കുന്നിടത്തേക്കും ദൃഷ്ടി പായിച്ചു. ഹബീ ഒന്ന് അമ്മാന്തിച്ചതിന് ശേഷം സുറുമിയുടെ കൈ വിടിവിച്ച് ഫെറ സമീറിന്റെ നേരത്തേക്ക് ഓടി. ധരിച്ചു നിൽക്കുന്നതാണ് സമീറ. കണ്ണിമ വെട്ടാതെ അവളെ തന്നെ നോക്കി റംസാനും. ഫെറ ഓടി അയാളെ വട്ടം പിടിച്ചു. അയാൾ അവളെ കോരിയെടുത്ത് മാറോടണച്ചു. അവളുടെ നെറ്റിയിലും മുഖത്തുമെല്ലാം അയാൾ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അതിൽ വാത്സല്യമുണ്ടായിരുന്നു, വേദനയുണ്ടായിരുന്നു, കുറ്റബോധമുണ്ടായിരുന്നു, ആരുടെയൊക്കെയുള്ള പരിഭവമുണ്ടായിരുന്നു. ഫെറ, ഹബിയുടെ മോക്ക് സുഖം തന്നെയാ പറയുന്നതിനോടൊപ്പം അവളെ നിലത്ത് നിർത്തി തലയിലും മുഖത്തുമെല്ലാം വാത്സല്യത്തോടെ തഴുകി അയാൾ. അബിക്കോ? അബി എത്ര ദിവസമായി പോയിട്ട്? ഞങ്ങൾ കാണാൻ പോലും വന്നില്ലല്ലോ. ഫാഹിനോട് ഞാനൊന്ന് ചോദിക്കൂ എവിടെയാ അബി എന്ന്. അപ്പം അവൻ പറയാ അബി ഇവിടെ ഇല്ല, പർച്ചേസിങ്ങിന് വേണ്ടി ഇന്നാൾ പോയ പോലെ ബാംഗ്ലൂർ പോയതാണെന്ന്. ഇത്രയും ദിവസം അബി അവിടെ ആയിരുന്നോ ചോദിക്കുന്നതിനോടൊപ്പം കുരുന്നു വിരലുകൾ അവൻ്റെ മുഖത്ത് ഓടി നടന്നു. ഫായി അങ്ങനെ പറഞ്ഞോ? അബിക്ക് വരാൻ പറ്റിയില്ലടാ. ആരുടെയൊക്കെയോ വാക്ക് കേട്ട് അബി അവിടെ കുരുങ്ങിപ്പോയി. എന്നിട്ട് ഫാഹി ഇവിടെ പറയുന്നതോടൊപ്പം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ദാ അവിടെ ദീദിയുടെ കൂടെ. ഫെറ കൈ ചൂണ്ടിക്കൊണ്ട് റംസാൻ കണ്ണുകൾ പായിച്ചു. അവൻ നോക്കുന്നിടത്തറിഞ്ഞതും ഫഹീം സുറുമിക്ക് പിറകിലായി മുഖം ഒളിപ്പിച്ചു. അവൻ്റെ മുഖത്തെ ഭാവം എന്താണെന്ന് റംസാൻ കൂഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഫെറയെ പോലല്ല, കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കാനും എല്ലാം ഉള്ളിലൊതുക്കി വെക്കാനും അവൻക്കറിയാം. അവൻ്റെ ഉമ്മയെപ്പോലെ ചെറുതിലെ അവളുടെ വേദന കണ്ട് വളർന്നത് കൊണ്ടായിരിക്കാം പ്രായത്തിലേറെ പക്വത പലപ്പോഴും അവൻ കാണിക്കാറുണ്ട്. ഇപ്പം കാര്യങ്ങളെല്ലാം അവൻ മനസ്സിലാക്കിയിട്ടും ഫെറയെ അതറിയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, താനിവിടെ ഇല്ലെന്ന് വലിയൊരു കള്ളം പറഞ്ഞ് അവളിൽ നിന്നും തൻ്റെ തെറ്റുകളെപ്പോലും മറച്ചു പിടിച്ചിരിക്കുന്നു. നേർന്ന ഓർമ്മയിൽ അവനൊന്ന് നിശ്വസിച്ചു. റംസാൻ നോക്കുന്നത് കണ്ടപ്പം സുറുമി മുട്ടുകുത്തി നിന്ന് ഫഹീമിൻ്റെ മുഖത്തും തലയിലുമെല്ലാം തലോടി എന്തോ പറയുന്നതും അവനതിനെ നിഷേധാർത്ഥത്തിൽ തലയാട്ടുന്നതും അവൾ പിന്നെയും അവൻ്റെ താടിയിൽ പിടിച്ച് വാത്സല്യത്തോടെ സംസാരിക്കുന്നതും റംസാൻ നിൽക്കുന്നിടത്തേക്കൊന്ന് നോക്കിയ ശേഷം മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അവൾ പറയുന്നതെല്ലാം തലയാട്ടി സമ്മതിക്കുന്നതും ഒരു നിശ്വാസത്തോടെ റംസാൻ നോക്കിക്കണ്ടു. സമീറ, നീ ഒന്നും പറഞ്ഞില്ല. നിന്നെ കണ്ട് എല്ലാം പറഞ്ഞു തീർത്ത് നിങ്ങളെ കൂടെ കൂട്ടാനാ ഞാൻ വന്നേ. നീ വരില്ലേ? ഒരു കൈകൊണ്ട് ഫെറയെ ചേർത്ത് പിടിച്ച് സമീറയെ നോക്കി അവൻ ചോദിച്ചു. അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയെന്നല്ലാതെ അവളിൽ നിന്നൊരു മറുപടി ഉണ്ടായില്ല. കുറച്ചു നേരം ഫെറയെ അവൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുണ്ട് ചേർത്ത് കണ്ണടച്ചു നിന്ന് റംസാൻ. റംസിക്കൊപ്പം വന്നു. സുറുമിയുടെ ശബ്ദമാണ് അവനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. ഒരു കൈ ഫഹീമിൻ്റെ കൈയുമായി കോർത്തു പിടിച്ചിരുന്നു സുറുമി. ഫഹീമിൻ്റെ നോട്ടം അപ്പോഴും മറ്റെവിടെയോ ആയിരുന്നു. മനസ്സൊന്ന് പെടഞ്ഞെങ്കിലും ഈ നോവ് അനുഭവിക്കാൻ താൻ ബാധ്യസ്ഥനാണെന്ന് പൂർണ്ണബോധ്യം റംസാനുണ്ടായിരുന്നു. ഇപ്പോൾ വന്നേ ഉള്ളൂ. ഒരു കൂട്ടുകാരൻ പറഞ്ഞു നിങ്ങളിവിടെ കണ്ടെന്ന്. ഞാൻ വീട്ടിലോട്ട് വരാൻ നിൽക്കായിരുന്നു. വാക്കുകൾ പൊറുക്കിക്കൂട്ടാൻ റംസാൻ പറഞ്ഞൊപ്പിച്ചു. നോട്ടം അപ്പോഴും അവനെയാണ് നോക്കുക പോലും ചെയ്യാത്ത ഫഹീമിൻ്റെ മേലായിരുന്നു. എന്തിലാ വീട്ടിലോട്ട് വരുന്നേ? കൊണ്ടുപോകാനാണോ? ഹബിയുടെ വീട്ടിലോട്ട് ഞങ്ങൾ വരുന്നില്ല, രോഷത്തോടെ ഫഹീം പറഞ്ഞു. ഫഹി ഷാസിനോടുള്ള സൽമാൻ്റെ വിളി കേട്ടപ്പോഴാണ് റംസാൻ തിരിഞ്ഞു നോക്കി. ഫഹീമിനെ രൂക്ഷമായി നോക്കിക്കൊണ്ടാണ് സൽമാൻ നടന്നു വരുന്നത്. കൂടെ ഒരു പെൺകുട്ടിയുമുണ്ട്. അവൻ്റെ ഉയർന്ന ശബ്ദവും ദേഷ്യത്തോടുള്ള ഭാവവും ആ കുട്ടി ആദ്യമായി കാണുകയാണെന്ന് റംസാൻക്ക് തോന്നി. ഫെറയെ വാരിയെടുത്തുകൊണ്ട് റംസാൻ നേരെ നിന്ന് സൽമാനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. ഹബിയോട് ഇങ്ങനെയാണോ സംസാരിക്കണേ? സൽമാൻ്റെ ശബ്ദം ഉയർന്നു. ഫഹീം ഒന്നും മിണ്ടാതെ തല കുനിച്ച് നിന്നതേ ഉള്ളൂ. റംസിക, നമുക്ക് സംസാരിക്കാം. ഇവിടെ വേണ്ട, വരൂ. തൃപ്തിയോടെ അല്ലെങ്കിലും ശബ്ദത്തിൽ സൗമ്യത കൈവച്ചിരുന്നു അവൻ. ഒരു സന്ധ്യ സംഭാഷണത്തിനെന്നോണം ബീച്ചിനോട് ചേർന്നുള്ള റെസ്റ്റോറൻറ്റിലാണ് അവർ കയറിയത്. അവിടെ ഫാമിലിക്കായി ഒരുക്കിയ ക്യാമ്പിൽ ഒരു ടേബിളിൽ അഭിമുഖമായി അവർ ഇരുന്നു. സമീറയും സുറുമിയും സഫയും ഒരു ഭാഗത്തും മറുഭാഗത്ത് സൽമാനും റംസാനും ഫെറയും ഫഹീമും ഇരുന്നു. ആരെയും നോക്കുക പോലും ചെയ്യാതെ തലകുനിച്ചിരുന്നതേ ഉള്ളൂ ഫഹീം. ഫെറയ്ക്ക് എന്തൊക്കെയോ സംസാരിക്കണം ചോദിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരുടെ മുഖത്തും മുന്നിട്ട് നിൽക്കുന്ന മ്ലാനത അവളെയും ഭയപ്പെടുത്തിയിരുന്നു. ഇവരെ നീയും വാപ്പച്ചിയും വന്ന് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ അതും ഞാൻ അവിടെ ഇല്ലാത്ത സമയത്ത് ആദ്യം ദേഷ്യമാണ് തോന്നിയത്. വീട്ടിൽ വന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ പിന്നെ വാശിയായി മാറി. ഒട്ടൊരു നേരത്തെ മൗനം ബാധിച്ച് സംസാരത്തിന് തുടക്കമിട്ടത് റംസാൻ തന്നെയാണ്. സത്യം പറഞ്ഞാൽ അത് ഇത്രയും നീണ്ടുപോകുമെന്ന് ഇത്രയും ദിവസം വരെ വലിയെടുത്ത് നിർത്തണമെന്നോ ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു. വീട്ടിൽ വന്നപ്പോൾ വാപ്പച്ചി കടുപ്പമായി പെരുമാറിയതും അതും മറ്റും പറഞ്ഞപ്പം കൊണ്ടുപോയവർ തന്നെ കൊണ്ടുവിടട്ടെ എന്നായി. സമീറ വിളിച്ചപ്പോഴൊക്കെ ഫോൺ എടുക്കാത്തതും അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു.
പലപ്പോഴും എൻ്റെ വീട്ടിൽ നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അവൾ പറയാൻ ശ്രമിക്കാറുണ്ടെങ്കിലും അത് ഇത്ര ഗൗരവമുള്ളതാണെന്ന്, അവൾ ഇത്രയും മാനസികമായി ബുദ്ധിമുട്ടുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ മനസ്സിലാക്കിയില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അതൊക്കെ ഒരു വീടും കുടുംബവും ആകുമ്പോഴുള്ള പ്രശ്നങ്ങളായിരിക്കുമെന്ന് കരുതിയതേ ഉള്ളൂ. പിന്നെ എൻ്റെ ജോലി, ഒരു കച്ചവടമാകുമ്പോഴുള്ള ടെൻഷനും സ്ട്രെസ്സും സൽമാനെ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ ഓർത്ത് തല പുകഞ്ഞായിരിക്കും വീട്ടിലോട്ട് വരിക. അപ്പോൾ ഇവളെ കേൾക്കാനോ ശ്രദ്ധിക്കാനോ ശ്രമിക്കാറില്ല. അവളെന്തേലും പറയുമ്പം ഞാനതിന് വലിയ കാര്യമായി എടുക്കാറുമില്ലായിരുന്നു. പെട്ടെന്ന് നിങ്ങൾ വന്ന് കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ളവരുടെ വിശദീകരണം കൂടി ആയപ്പോൾ അവൻ പറയുന്നതിനോടൊപ്പം മുന്നോട്ടൊന്നായിരുന്നിരുന്നു എല്ലാവരും നിശബ്ദായതിനെ കേട്ടിരുന്നതേ ഉള്ളൂ. അതൊക്കെ രണ്ടു കൂട്ടരുടെയും വാശിയും ദേഷ്യം തണുക്കുമ്പോൾ ശരിയാകുമെന്ന് കരുതി വലിയ പ്രാധാന്യം ഞാനതിന് കൊടുത്തില്ല എന്നതാണ് എൻ്റെ തെറ്റ്. അതുകൊണ്ടായിരിക്കും ഒരിക്കലും ആചലിച്ചിക്ക് പോലും ചെയ്യാത്ത എൻ്റെ കാര്യം എൻ്റെ വീട്ടുകാർ ആവശ്യപ്പെട്ടപ്പോൾ ഞാനൊക്കെ തകർന്നു പോയത്. അവനൊന്ന് നിർത്തി സമീറയെ നോക്കി. ടേബിളിൽ വെച്ച കൈ കോർത്ത് പിടിച്ച് അതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവൾ. വേറൊരു കല്യാണം കഴിക്കാൻ അവരെന്നോട് ആവശ്യപ്പെട്ടു. അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. നടുക്കത്തോടെ സമീർ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ ഉള്ളിലെ മാനസിക സംഘർഷം ഉയർന്നു താഴ്ന്ന അവൻ്റെ ശ്വാസഗതിയിൽ നിന്ന് മനസ്സിലാക്കാമായിരുന്നു. സമീറ മാത്രമല്ല, ഫഹീം അടക്കം എല്ലാവരും ഞെട്ടലോടെയാണ് അവൻ്റെ വാക്കുകൾ കേട്ടത്. അവർ അക്കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ഞാനതിനെ ശക്തമായി എതിർത്തു. അതിനവർ സമീറയെ മോശപ്പെട്ടവളാക്കി. അതെന്താണെന്ന് എൻ്റെ മക്കളുടെ മുമ്പിൽ നിന്ന് ഞാൻ പറയുന്നില്ല. ദേഷ്യപ്പെട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്. അന്ന് രാത്രി ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലായിരുന്നു. ഇന്നലെ പിന്നെ ഞാൻ അവിടെ പോയി. അതേ കാര്യം തന്നെയാണ് അവർ അപ്പോഴും ആവശ്യപ്പെട്ടത്. ഇതറിയിക്കാനും ഇവളെ മക്കളെ കൂട്ടിക്കൊണ്ടു പോകാനുമാണ് ഞാൻ വന്നത്. ഇവരില്ലാതെ ഇനി ഞാൻ ആ വീട്ടിലേക്കില്ല. പറഞ്ഞു തീർന്നപ്പോഴേക്കും അവൻ കിതക്കുന്നുണ്ടായിരുന്നു. ആരും ഒന്നും മിണ്ടാതെ, ഒന്ന് ചിരിക്ക് പോലും ചെയ്യാതെ ഇരിക്കുന്നിടത്ത് കണ്ട ആശങ്ക തോന്നിയത് കൊണ്ടായിരിക്കാം ഫെറേന്നേറ്റ് കസേരയിൽ മുട്ടുകുത്തി നിന്ന് റംസാൻ്റെ നെറ്റിയിലും മുഖത്തെല്ലാം അവളുടെ കുഞ്ഞു കൈക്കൊണ്ട് മെല്ലെ തലോടി കൊടുത്തു. ഉയർന്നു താഴ്ന്ന അവൻ്റെ ശ്വാസഗതിയും AC റൂമിലിരുന്നിട്ട് അവൻ വിയർക്കുന്നതും കാണേ അവൾ മേലേക്ക് നോക്കി ചുറ്റും വീക്ഷിച്ച ശേഷം AC പ്രവർത്തിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി. എല്ലാവരും നിശബ്ദമായിരുന്നതേ ഉള്ളൂ. ഓർഡർ ചെയ്ത ഭക്ഷണം എത്തിയപ്പോൾ അതെല്ലാം സെർവ് ചെയ്തതും കഴിക്കുന്നതും യാന്ത്രികമായി തന്നെ നടന്നു. പൊറോട്ട മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മൃദുവായി ചിക്കൻ കഷ്ണം ചേർത്ത് റംസാൻ ഫെറയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. ചിക്കൻ്റെ കൂടെ ചെറിയ പാക്കറ്റിലാക്കി കെട്ടിയ ടൊമാറ്റോ സോസും ഞെക്കിയെടുത്ത് അത് കഴിക്കുന്ന തിരക്കിലായിരുന്നു അവൾ. എന്നിരുന്നാലും റംസാൻ നീട്ടിപ്പിടിച്ച പൊറോട്ടയുടെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളും ചെറിയ ചിക്കൻ കഷ്ണങ്ങളും അവൾ വാങ്ങിക്കഴിച്ചു. റംസിക്ക, ആ വീട്ടിലേക്ക് ഇനി ഇവളെ മക്കളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അതവരുടെ ദേഷ്യത്തെ ഇരട്ടിപ്പിക്കുകയുള്ളൂ. അതിവൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന സമാധാനം പോലും ഇല്ലാതാക്കുകയും ചെയ്യും. ചെറിയൊരാശങ്കയോടെയാണ് സൽമാൻ പറഞ്ഞു തുടങ്ങിയത്. അതിന് അവളെ മക്കളെ ആ വീട്ടിൽ പൊറപ്പിക്കാനല്ല കൊണ്ടുപോണേ. ഞാൻ കൂട്ടിക്കൊണ്ട് വന്നുവെന്ന് അവരെ കാണിച്ചു കൊണ്ട് പറയാനാ. എൻ്റെ കയ്യിലുള്ള എമൗണ്ട് വെച്ച് ഒരു വീടിനുള്ള അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. 1 വർഷം കൊണ്ട് ബാക്കി തുക കൂടെ കൊടുത്താൽ മതി. ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞപ്പം അവൻ്റെ ഒരു പരിചയക്കാരൻ വഴി തരപ്പെടുത്തിയതാ. സൗകര്യങ്ങളും സാധനങ്ങളും കുറവാണെങ്കിലും സമാധാനം ഉണ്ടാവും. അതല്ലേ വേണ്ടതും. പറയുന്നതോടൊപ്പം അവൻ സമീറയൊന്ന് നോക്കി. എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അവൾ ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കൊടുത്തിരിക്കുകയാണെന്ന് തോന്നി അവനക്ക്. റംസിക്ക, അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ഉപ്പയില്ലാത്ത സ്ഥിതിക്ക് കുടുംബത്തിലെ മുതിർന്ന ആണുങ്ങളോടൊന്ന് അഭിപ്രായം ചോദിക്കണ്ടേ? ഒരു വീട് പെട്ടെന്ന് മാറുകയെന്നൊക്കെ പറയുമ്പോൾ ഞാൻ സംസാരിച്ചതാ എൻ്റെ ഇക്കാക്കമാരോടും മൂത്താപ്പാനോടും ഒക്കെ. അഭിപ്രായം പലരും പലതും പറഞ്ഞെങ്കിലും ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. ആ വീടിനി അവർ ആരാന്ന് വെച്ചാൽ എടുത്തോട്ടെ. എനിക്കൊരവകാശം വേണ്ടാന്ന് ഞാൻ തീർത്തു പറഞ്ഞു. അവർക്കൊക്കെ ഒരു പരിധിവരെയല്ലേ സൽമാനെ നമ്മുടെ ലൈഫിൽ സ്ഥാനമുള്ളൂ. ജീവിക്കേണ്ടത് നമ്മളല്ലേ. അറിയായിട്ടല്ല റംസിക്ക, പക്ഷെ ഒരു കൂട്ടുകുടുംബമൊക്കെ ആകുമ്പോൾ നമ്മളെല്ലാ വശവും നോക്കണ്ടേ? ഇതുവരെ ഞങ്ങൾ ജീവിച്ചത് അവർക്ക് വേണ്ടിയാ, അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയാ. ഇനി ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കട്ടെ. പറയുന്നതോടൊപ്പം അവൻ കയ്പ് നിർത്തി എഴുന്നേറ്റു. ഫെറയുമെടുത്ത് വാഷ്റൂമിലേക്ക് ലക്ഷ്യമാക്കി നടന്നു. വാഷ്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻക്ക് മുമ്പിലെ തലകുനിച്ച് ഫഹീമും നിൽപ്പുണ്ടായിരുന്നു. ഫെറയെ നിലത്ത് വെച്ച് അവളെ ഒരു ഭാഗത്ത് ചേർത്ത് പിടിക്കുന്നതിനോടൊപ്പം ഫഹീമിനെയും അവൻ തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു. ഹബി, സോറി ഹബി, നേർന്നു പോയിരുന്നു അവൻ്റെ ശബ്ദം. പറയുന്നതിനോടൊപ്പം അവൻ റംസാൻ്റെ കഴുത്തിലൂടെ വട്ടം ചുറ്റി മുഖം ഒളിപ്പിച്ചു. ഒന്നും മിണ്ടാതെ ഒരു കയ്യാൽ അവനെ ചേർത്ത് പിടിച്ച് തലയിൽ തഴുകിക്കൊണ്ടിരുന്നു റംസാൻ. കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവനെ തലോടിക്കൊണ്ടിരിക്കെ കൈകൊണ്ടവൻ ശ്രമപ്പെട്ട് കണ്ണീരൊപ്പി. കണ്ണു തുറന്നു നോക്കിയതും നിറമൊഴിയാലെ അവരെ നോക്കിക്കാണുന്ന സമീറയുടെ മുഖത്താണ്. തുടരും. കാത്തിരിക്കാം അവരൊന്നിക്കുമോ ഇല്ലയോ എന്നറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്തേക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ബൈ ബൈ.